ബുദ്ധിമാനായ കുരങ്ങന്റെ കഥ കേട്ടാലോ? പണ്ട് പണ്ട് ഒരു പുഴയുടെ കരയിലുള്ള അത്തിമരത്തിൽ ഒരു കുരങ്ങൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. തേൻ പോലെ മധുരമുള്ള അത്തിപ്പഴങ്ങളായിരുന്നു അവൻ്റെ ആഹാരം. ആ പുഴയിൽ ഒരു മുതല കുടുംബസമേതം താമസിച്ചിരുന്നു. മുതലയെ കണ്ട കുരങ്ങന് അതിനോട് ചങ്ങാത്തം കൂടാൻ തോന്നി. അവൻ മരക്കൊമ്പിലിരുന്ന് കുറച്ച് അത്തിപ്പഴങ്ങൾ അതിനിട്ടുകൊടുത്തു. തൻ്റെ മുമ്പിൽ വന്ന് വീണ അത്തിപ്പഴങ്ങൾ കണ്ട് മുതല മെല്ലെ മുകളിലേക്ക് നോക്കി. കുരങ്ങൻ പറഞ്ഞു, കഴിച്ചോളൂ മുതലച്ചേട്ടാ, നല്ല മധുരമുള്ള അത്തിപ്പഴങ്ങളാ. മുതല അതിലൊരെണ്ണമെടുത്ത് കഴിച്ചു നോക്കി. ഹായ്, കൊള്ളാമല്ലോ, നല്ല തീനൂറുന്ന അത്തിപ്പഴങ്ങൾ. കുരങ്ങൻ ദിവസവും അത്തിപ്പഴങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവർ വലിയ ചങ്ങാതിമാരായി. ഒരു ദിവസം അതിൽ കുറച്ച് തൻ്റെ ഭാര്യയ്ക്കും മുതലച്ചാർ കൊണ്ടുകൊടുത്തു. അവൻ തൻ്റെ പുതിയ ചങ്ങാതിയായ കുരങ്ങനെക്കുറിച്ചും പറഞ്ഞു. അവൾ വിചാരിച്ചു, ഇത്രയും നല്ല മധുരമുള്ള പഴങ്ങൾ കഴിക്കുന്ന കുരങ്ങൻ്റെ ഹൃദയത്തിന് എന്തു രുചിയായിരിക്കും. ഒരു ദിവസം അവൾ തൻ്റെ ഈ ആഗ്രഹം മുതലച്ചാരോട് പറഞ്ഞു. തൻ്റെ ഭാര്യയുടെ ആഗ്രഹം കേട്ട് മുതലച്ചാർ ഞെട്ടിപ്പോയി. തൻ്റെ പ്രിയ സുഹൃത്തിനെ കൊല്ലണമെന്നാണ് ഇവൾ പറയുന്നത്. മുതല സമ്മതിച്ചില്ല. എന്നാൽ ഭാര്യ തൻ്റെ ഈ ആഗ്രഹം നേടാൻ ഒരു വഴി ആലോചിച്ചിരുന്നു. ഒരു ദിവസം അവൾ അസുഖം ബാധിച്ചതുപോലെ കിടപ്പിലായി. മുതലച്ചാർ വന്ന് നോക്കിയപ്പോൾ ഒരു കുരങ്ങൻ്റെ ഹൃദയം കഴിച്ചാലേ തൻ്റെ അസുഖം മാറൂ എന്ന് വൈദ്യർ പറഞ്ഞതായി അറിയിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മുതലച്ചാർ തൻ്റെ കൂട്ടുകാരനായ കുരങ്ങൻ്റെ ഹൃദയം കൊണ്ടു കൊടുക്കാമെന്ന് സമ്മതിച്ചു. പതിവ് പോലെ ആൽമരച്ചുവട്ടിലെത്തിയ മുതല കുരങ്ങനോട് പറഞ്ഞു, കുരങ്ങച്ച, നമ്മൾ ഇത്ര ചങ്ങാതിമാരായിട്ടും ഇതുവരെ നീ എൻ്റെ വീട്ടിൽ വന്നില്ലല്ലോ. പാവം കുരങ്ങൻ പറഞ്ഞു, അതിനെന്താ മുതലച്ചാരെ, നമുക്കിപ്പോൾ തന്നെ പോകാമല്ലോ. പക്ഷെ ഞാനെങ്ങനെ വരും, എനിക്ക് നീന്തൽ അറിയില്ലല്ലോ, മുതലച്ചാർ പറഞ്ഞു. നീ എൻ്റെ മുതുകിൽ കയറിക്കോ, ഞാൻ നിന്നെ കൊണ്ടുപോകാം. അങ്ങനെ അവർ യാത്ര തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ പാവം കൂട്ടുകാരനെ താൻ ചതിക്കുകയാണല്ലോ എന്നോർത്ത് മുതലയ്ക്ക് സങ്കടം വരാൻ തുടങ്ങി. അവൻ കുരങ്ങനോട് തൻ്റെ ഉദ്ദേശത്തെപ്പറ്റി പറഞ്ഞു. വിവരമറിഞ്ഞ് കുരങ്ങൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് അവനൊരു ബുദ്ധി തോന്നി. മുതലച്ചേട്ടാ, ഈ കാര്യം നേരത്തെ പറയണ്ടേ? ഞാൻ എൻ്റെ ഹൃദയം ആ അത്തിമരത്തിൻ്റെ പൊത്തിൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് തിരികെ പോയി അത് എടുത്തിട്ട് വരാം. മുതല അത് വിശ്വസിച്ചു. അങ്ങനെ അവർ തിരികെ അത്തിമരത്തിൻ്റെ ചുവട്ടിലെത്തി. അടുത്തെത്തിയതും കുരങ്ങൻ ചാടി മരത്തിൽ കയറി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എടാ മണ്ടൻ മുതലച്ചാരെ, ആരെങ്കിലും സ്വന്തം ഹൃദയം അഴിച്ചു വെക്കുമോ? ചങ്ങാതിയെ ചതിക്കാൻ ശ്രമിച്ച നിന്നോട് ഇനി കൂട്ടില്ല. മുതല നാണിച്ചു തല താഴ്ത്തി തിരികെ വീട്ടിലേക്ക് പോയി.